നമസ്കാരം. ദിശ മീഡിയ ഇലക്ഷൻ ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിശ ജനറൽ ഇലക്ഷൻ ഫലപ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. 2025-26 വർഷത്തേക്കുള്ള ദിശ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 ബുധനാഴ്ചയായിരുന്നു നടത്തപ്പെട്ടത്. 4 ബൂത്തുകളിലായി നടന്ന ഇലക്ഷൻ വലിയ ആവേശമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 80% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗിൽ വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇലക്ഷൻ വിശേഷങ്ങളുമായി അസ്ലഹ് നിലമ്പൂർ നമ്മോടൊപ്പം ചേരുന്നു. അസ്ലഹ്, എങ്ങനെയാണ് നജാത്തിലെ ഇലക്ഷൻ അന്തരീക്ഷം? വിദ്യാർത്ഥികൾ ആവേശത്തിലാണോ? സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? ഒന്ന് വ്യക്തമാക്കാമോ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ പോളിംഗ് ശതമാനത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിശ ഇലക്ഷനിൽ 96% പോളിംഗ് ഉള്ള സമയം ഈ വർഷത്തെ ദിശ ജനറൽ ഇലക്ഷനിൽ വെറും 80% മാത്രം പോളിംഗ് ആയി മാറിയിരിക്കുകയാണ് നിഹാൽ. മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഇലക്ഷൻ അന്തരീക്ഷം വളരെ തണുത്ത മട്ടിലാണ് നീങ്ങിയിരുന്നത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളിലുള്ള പ്രതീക്ഷ വളരെ നിർണായകമായ രീതിയിലാണ് കടന്നു പോകുന്നത്. കാരണം ഇരുപക്ഷത്തും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിദ്യാർത്ഥികളിൽ കയ്യുവോളം സ്വാധീനം ചെലുത്തി എന്നതിൽ യാതൊരു സംശയവുമില്ല. അസ്ലേ, ഇരു പാർട്ടികളുടെയും ഇലക്ഷൻ പ്രചാരണങ്ങൾ എങ്ങനെയായിരുന്നു? എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? നിഹാൽ, DMK, NVK എന്നീ ഇരു മുന്നണികളും ഇലക്ഷൻ പ്രചരണത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പരസ്യ പ്രചരണം അവസാനിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ഇരു മുന്നണികളും പ്രചരണം ഗംഭീരമാക്കിയിട്ടുണ്ട്. DMK പ്രസിഡന്റ് സ്ഥാനാർത്ഥി അൽഫാസ് നമുക്കൊപ്പം ചേരുന്നു. അൽഫാസ്, ഇന്ന് റിസൾട്ട് വരുന്ന ദിനമാണ്. ഈ വർഷം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം എങ്ങനെയുണ്ടായിരുന്നു? എന്തെല്ലാമാണ് DMK പാർട്ടിയുടെ പ്രതീക്ഷകൾ? ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ അൽഫാസ്? ശരിക്കും നമ്മളിതിൻ്റെ ഒരു മറുപടി അനുഭവിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് കണ്ടറിഞ്ഞ ആൾക്കാരാണ്. ആസ് ബോത്ത് ഓഫ് എസ് പ്ലേഡ് ഈച്ചർ, നമ്മൾ രണ്ടുപേരും ഈ ഒരു ഇലക്ഷൻ്റെ പോരാട്ടത്തിൽ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടെ നല്ല 2 ഓപ്പണൻ്റ് ആയിട്ട് തന്നെ മത്സരിക്കാൻ സാധിച്ചു എന്നുള്ളത് കുട്ടികൾക്കെല്ലാം മനസ്സിലായതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു പാർട്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പ്രകാരം, ഒരു 3-ാം ഊഴം ഒരു ഹാട്രിക്കായിട്ട് സമാപിക്കുന്നതിനും അപ്പുറം ഈ ഒരു 3-ാം ഊഴം മുന്നോട്ടേക്ക് എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഒരു ഇലക്ഷനെ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രധാന കാരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചതുപോലെ മുതൽ മുയർച്ചി മക്കൾ പെരുമൈ, അഥവാ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് എഫേർട്ട് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടർമാരുടെയും വിജയം, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു നൊബിലിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ പ്രൊജക്റ്റും, നമ്മൾ പ്രസൻറ്റ് ചെയ്ത എല്ലാ പ്ലാനിങ്ങും അതിനനുസരിച്ച് തന്നെയായിരുന്നു. അതിന് വലിയൊരു തെളിവ് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴും കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കുട്ടികൾ ചോദിച്ചിരുന്ന ഓരോ കാര്യത്തിനും നമ്മൾ പിന്നീട് പറഞ്ഞ പ്ലാനുകളിലും പ്രൊജക്റ്റുകളിലൊക്കെ മറുപടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളതായ ഒരു റെസ്പോൺസ് കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ സ്വാഭാവികമായിട്ടും DMK പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്ന ഒന്നാണ്. താങ്ക് യു അൽഫാസ്. വളരെ വലിയ വിജയപ്രതീക്ഷയോടെയാണ് DMK പ്രസിഡന്റ് സ്ഥാനാർത്ഥി അൽഫാസ് നമ്മോടിപ്പോൾ സംവദിച്ചത്. അടുത്തതായി NVK പ്രസിഡന്റ് സ്ഥാനാർത്ഥി അലിഫാസിൽ നമ്മോടൊപ്പം ചേരുന്നു. അലിഫാസിൽ, പാർട്ടി പ്രചരണത്തിൽ താങ്കൾ സംതൃപ്തനാണോ? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമാണ് NVK മുന്നണി പ്രതീക്ഷിക്കുന്നത്? എന്തെല്ലാമാണ് കാര്യങ്ങൾ? ഒന്ന് വിശദീകരിക്കാമോ? താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ പ്രചരണങ്ങളിലും ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം ഞങ്ങൾ പ്രചരണാർത്ഥം ക്ലാസ്സുകളിലേക്ക് പോയ സമയത്ത് ഞങ്ങളുടെ പദ്ധതികളൊക്കെ കുട്ടികൾക്ക് ആവിഷ്കരിച്ചപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വളരെ സംതൃപ്തമായ പ്രതികരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. കുട്ടികൾ ഞങ്ങൾ പ്രഖ്യാപിച്ച പ്രൊജക്റ്റുകളാവട്ടെ എല്ലാത്തിലും അവർ വളരെ സംതൃപ്തരായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും സന്തോഷമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ NVK പാർട്ടി 5 സീറ്റും 100% ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. താങ്ക് യു അലിഫാസിൽ.
ഇരു പാർട്ടി പ്രസിഡന്റുമാരും പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ സംവദിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ട് മുന്നണികളും വളരെ വലിയ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിഹാൽ എല്ലാ ബൂത്തുകളിലും അനീസ് ഹുദവിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സുരക്ഷയോടുകൂടിയുള്ള വോട്ടെണ്ണലുകളാണ് ഇപ്പോൾ ബൂത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. കടുത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ആദ്യഘട്ട ഫലം പുറത്തുവരുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ആദ്യഘട്ട ഫലം പുറത്തുവരുന്നു. ബൂത്ത് 1-ൽ 25 വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVK സ്ഥാനാർത്ഥി അലി ഫാസിൽ 11 വോട്ട് ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVKയുടെ തന്നെ ബാസിൽ 5 വോട്ട് ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ബൂത്ത് 1-ൽ DMK ആദ്യമായി ഭൂരിപക്ഷം സ്വന്തമാക്കുന്നു. DMKയ്ക്ക് വേണ്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഹസീബ് ഓമാനൂർ MVKയുടെ മുഹ്സിൻ MM-നെതിരെ 15 വോട്ട് ഭൂരിപക്ഷം സ്വന്തമാക്കുന്നു. ബൂത്ത് 1-ൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തുവരുമ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടിൽ NVK പാർട്ടി മുന്നേറ്റം നടത്തുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനത്തെ 2 സീറ്റുകളും മികച്ച ഭൂരിപക്ഷത്തോടെ NVK പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് DMKയുടെ ഹസീബ് ഓമാനൂരാണ് മുന്നിട്ട് നിൽക്കുന്നത്. DMKക്ക് നിലവിൽ ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബൂത്ത് 1-ൽ ഇനിയും ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ എന്നീ സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ കൂടി പുറത്തു വരാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നിഹാൽ ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ബൂത്ത് 1-ലെ ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച അമൻ മുസ്തഫ 15 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം NVKയുടെ തന്നെ ട്രഷറർ സ്ഥാനാർത്ഥി ഷാദ് അമൻ 5 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ട്രഷറർ സ്ഥാനത്തേക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൂത്ത് 1-ലെ ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തീകരിക്കുമ്പോൾ 5 സീറ്റുകളിൽ നിന്നും 4 സീറ്റുകളും NVK മുന്നണി തങ്ങളുടെ കരങ്ങളിൽ ഭദ്രമാക്കിയിരിക്കുകയാണ്. ശേഷിച്ചിട്ടുള്ള ഒരു സീറ്റ് മാത്രമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഹസീബ് DMKക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ബൂത്ത് 4-ലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ബൂത്ത് 4-ലെ ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച DMK സ്ഥാനാർത്ഥി അൽഫാസ് 11 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച DMKയുടെ തന്നെ സ്ഥാനാർത്ഥിയായ മഹ്റൂസ് 3 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ മുന്നിട്ടുകൊണ്ടിരിക്കുന്നു. നിഹാൽ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ബൂത്ത് 4-ൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ? അസ്ലഹ്, അതേ, ബൂത്ത് 4-ൽ നിന്നും ഇതുവരെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ബാക്കി സ്ഥാനങ്ങളിലേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകളും പുറത്തു വന്നിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ബൂത്ത് 4-ൽ 37 വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ NVKയുടെ മുഹ്സിൻ MM സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 13 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച മത്സരമാണ് ഇരുവർക്കുമിടയിൽ നടക്കുന്നത്. DMKയും NVKയും സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ ഇരു മുന്നണികളും ഇരു സ്ഥാനാർത്ഥികളും മികച്ച രീതിയിലുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVKയുടെ തന്നെ അമൻ മുസ്തഫ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നേറുന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. 27 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അമൻ മുസ്തഫ സ്വന്തമാക്കിയിട്ടുള്ളത്. 37 വോട്ടുകളുടെ ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ 27 വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വന്തമാക്കുന്നു NVKയുടെ അമൻ മുസ്തഫ. ബൂത്ത് 4-ൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വന്ന സമയത്ത് DMK പാർട്ടിയായിരുന്നു 2 സീറ്റിലും മുന്നേറിയിരുന്നത്. എന്നാൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ, ആദ്യഘട്ടം പുറത്തു വരുമ്പോൾ NVK പാർട്ടി തിരിച്ചെത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വലിയ ലീഡോടെ കൂടിയാണ് NVK സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുമുള്ള മത്സരത്തിൽ തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൻ്റെ ഫലം പുറത്തു വരുന്നു. DMK തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DMK NVKയുടെ ഷാദമന് 7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പിന്നിലാക്കിക്കൊണ്ട് DMKയുടെ അമീൻ 22 വോട്ടുകൾ നേടിക്കൊണ്ട് ബഹുദൂരം മുന്നിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദിശ ജനറൽ ഇലക്ഷൻ ആദ്യ 2 ബൂത്തുകളിൽ നിന്നുള്ള റിസൾട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ആദ്യഘട്ട ഫലങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മുന്നണികളും നേടിയിട്ടുള്ള വോട്ട് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബൂത്ത് 1-ലും ബൂത്ത് 4-ലുമായി ഇതുവരെ എണ്ണിത്തീർന്നിട്ടുള്ളത് 62 വോട്ടുകളാണ് ആദ്യഘട്ട ഫലത്തിന് വേണ്ടി എണ്ണിത്തീർന്നിട്ടുള്ളത്. 62 വോട്ടുകൾ ഇരു ബൂത്തുകളിലുമായി എണ്ണിത്തീർന്നപ്പോൾ DMKയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അൽഫാസ് 31 വോട്ടുകളാണ് ഈ 62 വോട്ടുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. ഏകദേശം പകുതി വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് അൽഫാസും അതുപോലെ തന്നെ NVKയുടെ അലി ഫാസിൽ 31 വോട്ടുകൾ അദ്ദേഹവും സ്വന്തമാക്കിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ളൊരു വളരെ മികച്ച പോരാട്ടമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ DMKയുടെ മെഹ്റൂസ് അതുപോലെ തന്നെ NVKയുടെ ബാസിൽ
ഇരുവരും മികച്ച പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെഹ്റൂസ് 30 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ബാസിൽ 32 വോട്ടുകൾ ഇരു ബൂത്തുകളിൽ നിന്നായി സ്വന്തമാക്കുന്നു. ഏകദേശം 30-32 എന്നുള്ള വെറും 2 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നിലവിൽ ബാസിലിന് ഇവിടെ ഇരു ബൂത്തുകളിൽ നിന്നുമായി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൃത്യമായി വളരെ മികച്ച രീതിയിലുള്ള ഒരു മത്സരമാണ് ഇരു മുന്നണികൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൂത്ത് 1-ലും ബൂത്ത് 4-ലുമായി 62 വോട്ടുകൾ എണ്ണി തീർന്നപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVK സെക്രട്ടറി മുഹ്സിൻ 30 വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. മറുപക്ഷത്ത് മത്സരിക്കുന്ന DMKയുടെ സെക്രട്ടറി സ്ഥാനാർത്ഥി ഹസീബ് ഒമാനൂർ വെറും 2 വോട്ടുകൾ വ്യത്യാസത്തിൽ 32 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന DMKയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഷനീബ് 10 വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൻ മുസ്തഫ, NVK പാർട്ടിയുടെ അമൻ മുസ്തഫ 52 വോട്ടുകൾക്ക് ഏകദേശം 42 വോട്ടുകൾ ബഹുഭൂരിപക്ഷത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷാദമൻ, NVKയുടെ ഷാദമൻ 30 വോട്ടുകൾ 62 വോട്ടുകളിൽ നിന്നും 30 വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമീൻ, DMKയുടെ അമീൻ 32 വോട്ടുകൾ വെറും 2 വോട്ടുകൾ വ്യത്യാസത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി നമുക്ക് ബൂത്ത് 2-ലെ ആദ്യഘട്ട ഇലക്ഷൻ ഫലങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. ബൂത്ത് 2-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVKയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അലി ഫാസിൽ 10 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാസിൽ, NVKയുടെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബാസിൽ 4 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVK സെക്രട്ടറി സ്ഥാനാർത്ഥി മുഹ്സിൻ, അതുപോലെ തന്നെ DMK സ്ഥാനാർത്ഥി ഹസീബ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഈ ഒരു അവസരത്തിൽ ബൂത്ത് 2-ൽ നിന്നും മുഹ്സിൻ, NVKയുടെ സെക്രട്ടറി സ്ഥാനാർത്ഥി മുഹ്സിൻ 8 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ദിശ 2025-26 ജനറൽ ഇലക്ഷനിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അമൻ മുസ്തഫ ബൂത്ത് 2-ൽ നിന്നും ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ NVKയുടെ അമൻ മുസ്തഫ 24 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷം ട്രഷറർ സ്ഥാനത്തേക്കുള്ള പോളിംഗിൽ വളരെ മികച്ചൊരു തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൂത്ത് 2-ൽ നിന്നും ആദ്യഘട്ട വോട്ടെണ്ണൽ തീരുമ്പോൾ DMKയുടെ അമീൻ 20 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു, ട്രഷറർ സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ബൂത്ത് 3-ലെ ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബൂത്ത് 3-ൽ നിന്നും ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ വളരെ മികച്ചൊരു പ്രകടനമാണ് ഇരു പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മികച്ചൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകരിലേക്ക് സ്ഥാനാർത്ഥികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബൂത്ത് 3-ൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVK പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി അലി ഫാസിൽ 20 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVKയുടെ തന്നെ പാർട്ടി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബാസിൽ 18 വോട്ടുകൾക്ക് ബഹുഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബൂത്ത് 3-ൽ നിന്നും ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലം പുറത്തു വരുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVK പാർട്ടി സെക്രട്ടറി സ്ഥാനാർത്ഥി മുഹ്സിൻ 2 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. NVK പാർട്ടി സെക്രട്ടറി മുഹ്സിൻ വളരെ വലിയൊരു പ്രതീക്ഷയാണ് വിദ്യാർത്ഥികളിലേക്ക് നൽകുന്നത്. 2025-26 ദിശ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തിൽ മുഹ്സിൻ വായുമോ അതോ വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബൂത്ത് 3-ൽ നിന്നും ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NVKയുടെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അമൻ മുസ്തഫ എതിരാളിക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷകളും നൽകാതെ 24 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ബൂത്ത് 3-ൽ നിന്നും ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന NVKയുടെ തന്നെ ഷാദമൻ 2 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. 4 ബൂത്തുകളിൽ നിന്നായി ആദ്യഘട്ട വോട്ടെണ്ണൽ ഫലങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗ്രാൻഡ് ടോട്ടൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രാൻഡ് ടോട്ടലിന്റെ വിശേഷങ്ങളുമായി നിഹാൽ നമ്മോട് സംവദിക്കുന്നു. നിഹാൽ, എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് ഗ്രാൻഡ് ടോട്ടലിന്റെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ദിശ ജനറൽ ഇലക്ഷൻ ആദ്യഘട്ട റിസൾട്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 4 ബൂത്തുകളിലെയും ആദ്യഘട്ട റിസൾട്ടുകളാണ് എണ്ണിത്തീർന്നിട്ടുള്ളത്. ഏകദേശം 118ഓളം വോട്ടുകളാണ് 4 ബൂത്തുകളിൽ നിന്നായും ഇതുവരെ എണ്ണിയിട്ടുള്ളത്. ഓരോ പാർട്ടികളുടെയും ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷകളെയും അതല്ലെങ്കിൽ അവർക്ക് ആവേശമുണർത്തുന്ന രീതിയിലാണ് 4 ബൂത്തുകളിലെയും റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരു മുന്നണികൾക്കും ഒരേപോലെ പ്രതീക്ഷയും അതല്ലെങ്കിൽ ഒരേപോലെ ആകാംക്ഷയും നൽകുന്ന റിസൾട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ അലി ഫാസിൽ 30 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അൽഫാസിനെ മറികടന്നുകൊണ്ട് നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 74 വോട്ടുകളാണ് അലി ഫാസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അൽഫാസ് 44 വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. NVK ആദ്യ സീറ്റിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആദ്യ സീറ്റിൽ NVK ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്കിനി സെക്രട്ടറി സ്ഥാനത്തിലേക്കുള്ള മത്സരത്തിലേക്ക് വരാം. ദിശയുടെ ഏറ്റവും വലിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം. സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVKയുടെ മുഹ്സിനും
DMK-യുടെ ഹസീബും തമ്മിലുള്ള വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരുവരും തങ്ങളുടെ കഴിവിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളത്. ഹസീബ് 55 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മുഹ്സിൻ 63 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് 8 വോട്ടിൻ്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിൽ 8 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ NVK-യുടെ മുഹ്സിനാണ് മുന്നിട്ട് നിൽക്കുന്നത്. വളരെ ശക്തമായൊരു പോരാട്ടമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NVK തങ്ങളുടെ 2ാം സീറ്റും സ്വന്തമാക്കുന്ന ഒരു നിലയിലാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVK-യുടെ തന്നെ അലി ഫാസിൽ ലീഡ് 30 വോട്ടിൻ്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVK-യുടെ തന്നെ മുഹ്സിൻ 8 വോട്ടിൻ്റെ ലീഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായൊരു പോരാട്ടമാണ് ദിശ ജനറൽ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVK-ആണ് ലീഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ പൂർത്തിയായപ്പോൾ 4 ബൂത്തുകളിലെയും ആദ്യഘട്ട റിസൾട്ടുകൾ പൂർത്തിയായപ്പോൾ NVK-യുടെ ബാസിൽ മുന്നിട്ട് നിൽക്കുന്നു. ബാസിൽ ഏകദേശം 24 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് NVK-യുടെ ബാസിൽ DMK-യുടെ മെഹറൂസിനെ മറികടന്നിട്ടുള്ളത്. NVK ശക്തമായ രീതിയിലേക്ക് 3 സീറ്റുകളും ഇതുവരെ ആദ്യഘട്ട റിസൾട്ടുകളിൽ 3 സീറ്റുകളും സ്വന്തമാക്കുന്ന രീതിയിലേക്കാണ് NVK മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. NVK-യുടെ ബാസിൽ 24 വോട്ടിൻ്റെ ലീഡുകൾക്ക് DMK-യുടെ മെഹറൂസിനെ മറികടന്നിരിക്കുന്നു. 71 വോട്ടുകളാണ് ബാസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 118 വോട്ടുകളിൽ 71 വോട്ടുകൾ ബാസിൽ സ്വന്തമാക്കിയപ്പോൾ ബാക്കി വരുന്ന 47 വോട്ടുകളാണ് മെഹറൂസ് നേടിയിട്ടുള്ളത്. വളരെ ശക്തമായ പോരാട്ടമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൻ്റെ ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തുവരുന്നു. DMK-യുടെ അമീനും NVK-യുടെ ഷാദമനും തമ്മിലുള്ള വളരെ മികച്ചൊരു പോരാട്ടമാണ് നമുക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് കാണാൻ സാധിക്കുന്നത്. ഇരു മുന്നണികളിൽ ആദ്യമായി DMK തിരിച്ചു വരുന്നു. DMK-യുടെ അമീൻ 69 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ NVK-യുടെ ഷാദമൻ 49 വോട്ടുകളും സ്വന്തമാക്കിയിരിക്കുന്നു. വെറും 20 വോട്ടിൻ്റെ ലീഡാണ് അമീനിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 20 വോട്ടുകളുടെ ലീഡ് എന്നുള്ളത് DMK-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശ്വാസമാണ് നൽകാൻ സാധിക്കുന്നത്. കാരണം ഇക്കഴിഞ്ഞ 3 സീറ്റുകളും പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളെല്ലാം NVK നേടിയിരുന്നു. ആദ്യമായി ലീഡ് സ്വന്തമാക്കുന്നു DMK ആദ്യമായി ഒരു സീറ്റിൽ മുന്നേറിയിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള അമീനാണ് DMK മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. DMK-ക്ക് വേണ്ടി 20 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അമീൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 4 ബൂത്തുകളിലെയും ആദ്യഘട്ട റിസൾട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ കാടിറങ്ങി വന്ന ഒറ്റക്കൊമ്പനെ പോലെ NVK-യുടെ അമൻ മുസ്തഫ 104 വോട്ടുകൾ 118 സീറ്റിൽ 118 വോട്ടുകളിൽ 104 വോട്ടുകളും സ്വന്തമാക്കിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം സ്വന്തമാക്കുകയാണ്. ഏകദേശം 90 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അമൻ മുസ്തഫ സ്വന്തമാക്കിയിട്ടുള്ളത്. DMK-യുടെ ഷെനീബ് വെറും 14 വോട്ടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. 4 ബൂത്തുകളിലെയും ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 5-ൽ 4 സീറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് NVK DMK-യെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ പ്രധാനപ്പെട്ട 4 സീറ്റുകളും സ്വന്തമാക്കിയിരിക്കുകയാണ് NVK. ആദ്യഘട്ട റിസൾട്ടുകൾ പുറത്തു വന്നു കഴിയുമ്പോൾ 5-ൽ 4 സീറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് NVK പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇതുവരെ DMK പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിച്ചിട്ടുള്ളത്. 2ാം ഘട്ട റിസൾട്ടുകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടുത്ത ഘട്ട റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഇലക്ഷനിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെ ഗംഭീരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ട മത്സരഫലങ്ങൾ വരുന്നതിന് മുന്നോടിയായി നമുക്ക് ഇരു പാർട്ടികളുടെയും സെക്രട്ടറിമാരുമായി നമുക്കൊന്ന് സംവദിക്കാം. DMK സെക്രട്ടറി സ്ഥാനാർത്ഥി ഹസീബ് നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഹസീബ്, എന്തെല്ലാമാണ് താങ്കളുടെ പ്രതീക്ഷകൾ? പാർട്ടിയുടെ മുന്നോട്ടുള്ള നിമിഷങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നെല്ലാം ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ഹലോ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ ഹസീബ്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞങ്ങൾ പാർട്ടി പ്രചാരണവുമായി വിദ്യാർത്ഥികൾ അടുത്ത് ചെന്നപ്പോൾ തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രൊജക്റ്റുകളും ഞങ്ങളുടെ പ്ലാനുകളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ വളരെ മികച്ച രീതിയിൽ, വളരെ നല്ല സംതൃപ്തിയോടെ അവർക്ക് ഇഷ്ടപ്പെട്ടതായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മികച്ച സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഈ ഒരു ഇലക്ഷനിൽ ഉണ്ടായിരിക്കുമെന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിൽ വിദ്യാർത്ഥികളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ DMK പാർട്ടി ഇതിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അല്പനേരം നമ്മോട് സംവദിച്ചതിന് താങ്ക് യു ഹസീബ്. DMK പാർട്ടി സെക്രട്ടറി ഹസീബിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വലിയൊരു വിജയപ്രതീക്ഷയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി NVK മുന്നണി സെക്രട്ടറി മുഹ്സിൻ നമ്മോടൊപ്പം ചേരുന്നു. മുഹ്സിൻ, എന്തെല്ലാമാണ് താങ്കളുടെ പ്രതീക്ഷകൾ? പാർട്ടിയുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾ, സ്ഥിതിഗതികൾ എന്തെല്ലാമെന്ന് പ്രേക്ഷകരിലേക്കൊന്ന് വിശദീകരിക്കാമോ?
ഹലോ, തികച്ചും ആവേശകരമായ റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വപ്ന തുല്യമായ ഫലത്തിന് NVK കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രാവശ്യം ഒന്ന് മുണ്ട് മുറുക്കി കെട്ടി തന്നെയാണ് NVK ഇറങ്ങിയിട്ടുള്ളത്. ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങളുടെ വരവ്. അവരുടെ വളർച്ച അതുതന്നെയാണ് ഇപ്രാവശ്യവും NVK ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ജനങ്ങൾക്കറിയാം ഏതിന് കുത്തണമെന്ന്. ഏതായാലും ജനങ്ങളിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു മുഹ്സിൻ. ഇരു മുന്നണികളുടെയും നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ട് പാർട്ടികളും വളരെ വലിയൊരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് സുന്ദരമാകട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഘട്ട വോട്ടെണ്ണൽ ഫലങ്ങളുമായി നമുക്ക് തിരിച്ചു വരാം. പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്നാലോചിച്ച് തലപോയിക്കേണ്ട. 8 വർഷമായി 1500ഓളം കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നേടിക്കൊടുത്ത സിഗ്മ എഡ്യൂക്കേർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്തിന് ടെൻഷൻ അടിക്കണം? മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സുകൾ പഠിക്കാൻ 100-ൽ പരം കോളേജുകളുമായി അടൂർ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, സേലം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 9995819312. ഏവർക്കും ഒരിക്കൽ കൂടി ദിശ മീഡിയ ഇലക്ഷൻ ഹൗസിലേക്ക് സ്വാഗതം. 2025-26 ദിശ ജനറൽ ഇലക്ഷൻ രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബൂത്ത് 1-ൽ നിന്നും DMK പ്രസിഡന്റ് സ്ഥാനാർത്ഥി അൽഫാസ് 8 വോട്ടുകൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. DMKയുടെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹ്റൂസ് 18 വോട്ടുകൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 18 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബൂത്ത് 1-ൽ നിന്നും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന DMKയുടെ തന്നെ സ്ഥാനാർത്ഥി ഹസീബ് 6 വോട്ടുകൾ ലീഡിൽ സെക്രട്ടറി കസേരയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ബൂത്ത് 1-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NVKയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി അമൻ മുസ്തഫ എതിരാളിക്ക് തെല്ലും പ്രതീക്ഷ നൽകാതെ 16 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബൂത്ത് 1-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ DMKയുടെ തന്നെ ട്രഷറർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമീൻ 12 വോട്ടുകൾക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി ബൂത്ത് 3-ലെ രണ്ടാം ഘട്ട മത്സരഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബൂത്ത് 3-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ബാസിൽ NVK പാർട്ടി സ്ഥാനാർത്ഥി ബാസിൽ 25 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അമീൻ DMKയുടെ ട്രഷറർ സ്ഥാനാർത്ഥി അമീൻ 23 വോട്ടുകൾക്ക് ബൂത്ത് 3-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങളിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. NVK പ്രസിഡന്റ് സ്ഥാനാർത്ഥി അലി ഫാസിൽ ബൂത്ത് 3-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 19 വോട്ടുകൾ ബഹുഭൂരിപക്ഷം വോട്ടുകൾ ലീഡിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ NVKയുടെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൻ മുസ്തഫ 25 വോട്ടുകൾ ലീഡിൽ NVK പാർട്ടിയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. NVK മുന്നണിയുടെ ഈ ഒരു കുതിപ്പിൽ DMK പാർട്ടിക്ക് ആശ്വാസമായി DMK സെക്രട്ടറി സ്ഥാനാർത്ഥി ഹസീബ് ബൂത്ത് 3-ൽ നിന്നും രണ്ടാം ഘട്ട ഇലക്ഷൻ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 19 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ DMK സെക്രട്ടറി സ്ഥാനാർത്ഥി ഹസീബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ബൂത്ത് 2-ൽ രണ്ടാം ഘട്ട വോട്ടെണ്ണൽ കൂടി പൂർത്തിയായിരിക്കുന്നു. DMK സ്ഥാനാർത്ഥി അൽഫാസിനെ 19 വോട്ട് ഭൂരിപക്ഷത്തിൽ പിന്നിലാക്കിക്കൊണ്ട് NVKയുടെ അലിഫാസിൽ ബൂത്ത് 2-ൽ ലീഡ് നിലനിർത്തുന്നു. മറ്റു ബൂത്തുകളെ പോലെ തന്നെ രണ്ടാം ബൂത്തിലും അലിഫാസിൽ തൻ്റെ വ്യക്തമായ ഭൂരിപക്ഷം തുടരുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 29 വോട്ടുകൾ എണ്ണിയപ്പോൾ 29-ൽ 24 വോട്ടുകളും അലിഫാസിൽ സ്വന്തമാക്കിയപ്പോൾ അൽഫാസിൻ്റെ വോട്ട് കൗണ്ട് വെറും 5-ലേക്ക് ഒതുങ്ങി. 19 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അലിഫാസിൽ രണ്ടാം ഘട്ട വോട്ടെണ്ണലിൽ ബൂത്ത് 2-ൽ നിന്നും സ്വന്തമാക്കിയത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. DMKയുടെ മെഹ്റൂസിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് NVKയുടെ ബാസിൽ തൻ്റെ ലീഡ് വീണ്ടും ഉയർത്തുകയാണ്. 28 വോട്ടുകൾ രണ്ടാം ബൂത്തിൽ നിന്നും എണ്ണിത്തീർന്നപ്പോൾ 28-ൽ 27 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് ബാസിൽ 26 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു വോട്ട് നോട്ടയായി പരിഗണിക്കുകയും ചെയ്തു. വ്യക്തമായ ലീഡാണ് ബാസിൽ തൻ്റെ രണ്ടാം ബൂത്തിൽ നിന്നും ഉയർത്തുന്നത്. ആദ്യഘട്ടത്തിലും രണ്ടാം ബൂത്തിൽ ശക്തമായ മത്സരം നടന്നിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെണ്ണലിൽ രണ്ടാം ബൂത്ത് ബാസിൽ തൻ്റെ പരിധിയിലേക്കാക്കി തീർക്കുകയായിരുന്നു. 26 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബാസിൽ രണ്ടാം ഘട്ടത്തിൽ ബൂത്ത് 2-ൽ നിന്നും സ്വന്തമാക്കിയത്. സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ
ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഹസീബ് തിരിച്ചു വന്നിരിക്കുന്നു. ബൂത്ത് 2-ൽ ഹസീബ് തൻ്റെ ലീഡ് ഉയർത്തുന്നതായിട്ടാണ് നമുക്കിപ്പോൾ വാർത്തകൾ ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂസിൻ 8 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ബൂത്ത് 2-ൽ നിന്നും സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ രണ്ടാം ഘട്ട റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ ഹസീബ് MP ഓമാനൂർ DMKക്ക് വേണ്ടി ലീഡ് ഉയർത്തുന്നു. 17 വോട്ട് ഭൂരിപക്ഷമാണ് ഹസീബ് നിലവിൽ ഈ ബൂത്തിൽ നിന്നും നേടുന്നത്. അതായത് ഈ ബൂത്ത് രണ്ടാം ബൂത്തിൽ നിന്നും സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൻ്റെ അവസാനഘട്ട റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ ബൂത്തിൽ നിന്നുള്ള വോട്ട് കൗണ്ട് ഹസീബ് ഉയർത്തുകയാണ്. DMK ആദ്യമായിട്ട് ഒരു സീറ്റിൽ ലീഡ് നേടുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 17 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബൂത്ത് 2-ൻ്റെ അവസാനഘട്ട വോട്ടെണ്ണലിൽ ഹസീബ് സ്വന്തമാക്കുന്നത്. DMKയെ സംബന്ധിച്ചിടത്തോളം ഹസീബിൻ്റെ ഈ ഒരു സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു പ്രതീക്ഷയാണ് അവരിൽ ഉയർത്തുന്നത്. കാരണം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVK വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ബൂത്ത് 2-ൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അമൻ മുസ്തഫ തൻ്റെ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 29 വോട്ടുകളാണ് രണ്ടാം ഘട്ടത്തിൽ ബൂത്ത് 2-ൽ എണ്ണിയിരുന്നത്. അതിൽ 29 വോട്ടുകളും സ്വന്തമാക്കിക്കൊണ്ട് എതിരാളിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അമൻ മുസ്തഫ തൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എതിരാളികൾക്ക് ഒരു വോട്ട് പോലും നൽകാതെ NVKയുടെ അമൻ മുസ്തഫ വളരെ മികച്ച മുന്നേറ്റമാണ് ബൂത്ത് 2-ൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൂത്ത് 2-ൽ ട്രഷറർ സ്ഥാനത്തേക്കുള്ള വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 29 വോട്ടുകളിൽ 24 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് DMKയുടെ അമീൻ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. 19 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അമീന് ബൂത്ത് 2-ൽ നിന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ട വോട്ടെണ്ണലിലും ആദ്യഘട്ട വോട്ടെണ്ണലിലും രണ്ടാം ഘട്ട വോട്ടെണ്ണലിലും അമീൻ വളരെ വലിയ മുന്നേറ്റമാണ് DMKക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. DMKയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി സ്ഥാനത്തിന് ശേഷം മറ്റൊരു സീറ്റ് കൂടി അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. നിലവിൽ ബൂത്ത് 2-ൽ 5 സീറ്റുകളിലേക്കുമുള്ള വോട്ടെണ്ണൽ പൂർത്തിയായ സമയത്ത് DMK 2 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ NVK 3 സീറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ലീഡ് നേടിയിരിക്കുകയാണ്. അവസാന ബൂത്തായ 4-ാം ബൂത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ ആദ്യ 3 ബൂത്തുകളിലെയും വോട്ടെണ്ണൽ പൂർത്തിയായ സമയത്ത് ഇരു മുന്നണികൾക്കും വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. ആര് വിജയിക്കും, അതല്ലെങ്കിൽ ആര് പരാജയപ്പെടുമെന്ന് വ്യക്തമാവാത്ത രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വളരെ പ്രതീക്ഷ വെക്കാവുന്ന ഒരു വോട്ടെണ്ണലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയോടെയാണ് 4-ാം ബൂത്തിലേക്ക് നോക്കിക്കാണുന്നത്. കാരണം ഇതുവരെയുള്ള വോട്ടിങ്ങിന് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഏവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. 4-ാം ബൂത്തിലെ റിസൾട്ടുകൾ പുറത്തു വരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ DMKയുടെ അൽഫാസ് NVKയുടെ അലി ഫാസിലിനെ പിന്തള്ളിക്കൊണ്ട് 9 വോട്ട് ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെണ്ണലിൽ 40 വോട്ടുകൾ പൂർത്തിയായ 40 വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ 24 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് DMKയുടെ അൽഫാസാണ് നിലവിൽ 4-ാം ബൂത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. NVKയുടെ അലിഫാസിൽ 15 വോട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. DMKയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചൊരു തുടക്കമാണ് 4-ാം ബൂത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ NVKയുടെ അലിഫാസിൽ മറ്റു ബൂത്തുകളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ 4-ാം ബൂത്തിലേക്ക് വരുന്നതോടെ അൽഫാസ് തൻ്റെ ബോളിംഗ് ശതമാനം ഉയർത്തിയിരിക്കുകയാണ്, തൻ്റെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം വളരെ വലിയൊരു പോരാട്ടമായി മാറുമെന്ന് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാൻഡ് ടോട്ടൽ വരുമ്പോൾ ആരായിരിക്കും വിജയിക്കുക, അതല്ലെങ്കിൽ ആരായിരിക്കും ദിശയുടെ അടുത്ത പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിലവിൽ നിർണ്ണയിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ബൂത്തുകളിൽ നിന്നും ഇരു മുന്നണികൾക്കും വളരെ പ്രതീക്ഷയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചു പുലർത്തുന്നത്. അടുത്തതായി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള റിസൾട്ടുകൾ പൂർത്തിയായിരിക്കുന്നു. 40 വോട്ടുകൾ എണ്ണിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ബാസിൽ NVKയുടെ ബാസിൽ വളരെ വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കുന്നു. 40 വോട്ടുകളിൽ 37 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഏകദേശം 34 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് NVKയുടെ ബാസിൽ സ്വന്തമാക്കുന്നത്. 4-ാം ബൂത്തിലേക്ക് കടക്കുന്നതോടെ ഇതുവരെ കഴിഞ്ഞ 3 ബൂത്തുകളിലും വൻ ഭൂരിപക്ഷം സ്വന്തമാക്കിയ ബാസിൽ 4-ാം ബൂത്തിലെയും തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ്. ഇതോടെ ദിശയുടെ പുതിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തൻ്റെ സ്ഥാനം ഏകദേശം ബാസിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. 4 ബൂത്തുകളിലും വൻ ഭൂരിപക്ഷമാണ് ബാസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടെ അടുത്ത ദിശയുടെ വൈസ് പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് ഇവിടെ. ഏറ്റവും ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന ദിശയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ NVKയുടെ മുഹ്സിൻ 12 വോട്ട് ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതുവരെ ബാക്കി ബൂത്തുകളിലെല്ലാം തൻ്റെ ഭൂരിപക്ഷം അധികരിപ്പിച്ച ഹസീബിനെ 4-ാം ബൂത്തിൽ മുഹ്സിൻ എം ഇതുവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 12 വോട്ട് ഭൂരിപക്ഷമാണ് മുഹ്സിൻ എം 4-ാം ബൂത്തിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. 13 വോട്ടുകൾ മുഹ്സിൻ സ്വന്തമാക്കിയപ്പോൾ ഹസീബിൻ്റെ വോട്ട് വെറും 2 വോട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇതോടെ വളരെ ശക്തിയേറിയ പോരാട്ടമാണ് ദിശയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ബൂത്തുകളിലെയും റിസൾട്ടുകൾ എണ്ണിത്തീരുമ്പോൾ ആരായിരിക്കും ദിശയുടെ സെക്രട്ടറി സ്ഥാനം വഹിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
4-ാം ബൂത്തിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള അവസാന ഘട്ട റിസൾട്ടുകൾ പുറത്തു വരുന്നു. 40 വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ 35 വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ട് 30 വോട്ടിൻ്റെ ലീഡ് സ്വന്തമാക്കി NVKയുടെ അമൻ മുസ്തഫ തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നു. ഇക്കഴിഞ്ഞ 4 ബൂത്തുകളിലും വൻ ഭൂരിപക്ഷമാണ് അമൻ മുസ്തഫ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. അമൻ മുസ്തഫ 4-ാം ബൂത്തിൽ നിന്ന് 30 വോട്ടുകളുടെ ഭൂരിപക്ഷം സ്വന്തമാക്കിയിരിക്കുന്നു. ഇതോടെ ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അമീൻ വിജയിച്ചതോടെ 4-ാം ബൂത്തിൽ നിന്നും 3 സീറ്റുകൾ സ്വന്തമാക്കാൻ DMKക്ക് സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അമീനിലൂടെ DMK ഒരു സീറ്റ് കൂടി ഉയർത്തിയിരിക്കുകയാണ്. ഇതോടെ 4-ാം ബൂത്തിലെ എല്ലാ വോട്ടുകളും എണ്ണിത്തീർന്നപ്പോൾ DMKയും NVKയും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന ഒരു റിസൾട്ടാണ് 4-ാം ബൂത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഇരു മുന്നണികൾക്കും വളരെ മികച്ച പ്രതീക്ഷയാണ് 4-ാം ബൂത്തിൽ നിന്നും ഉയർന്നിട്ടുള്ളത്. ഇതോടെ 4 ബൂത്തുകളിലെയും റിസൾട്ടുകൾ ഞാൻ എണ്ണിത്തീർന്നിരിക്കുകയാണ്. ഫൈനൽ റിസൾട്ടിലേക്ക് കടക്കാനിരിക്കുന്നു. ആരായിരിക്കും ദിശയുടെ അടുത്ത കമ്മിറ്റി രൂപീകരിക്കുക, ഏത് മുന്നണിയായിരിക്കും കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കുക, ആരായിരിക്കും ദിശയുടെ പ്രസിഡന്റ് സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തും വരിക എന്നുള്ള ഒട്ടനവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ദിശയുടെ ജനറൽ ഇലക്ഷൻ 4 ബൂത്തുകളിലെയും മുഴുവൻ വോട്ടുകളും എണ്ണിത്തീർന്നപ്പോൾ ഇരു മുന്നണികളും വളരെ വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കരുത്തരായ അലി ഫാസിലും അൽഫാസും മികച്ച പ്രകടനമാണ് നടത്തിയതെങ്കിലും ആരായിരിക്കും വിജയം സ്വന്തമാക്കുക എന്ന ചോദ്യം വലിയ രീതിയിൽ തന്നെ അണികളിൽ സംശയം തീർക്കുന്നുണ്ട്. ദിശയുടെ വരും വർഷത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച DMKയുടെ അൽഫാസ് 94 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി NVKയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അലി ഫാസിൽ 145 വോട്ടുകൾ നേടി 51 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ദിശയുടെ വരും വർഷത്തേക്കുള്ള പ്രസിഡന്റായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച DMKയുടെ മഹ്റൂസ് 74 വോട്ടുകൾ നേടിയപ്പോൾ NVKയുടെ ബാസിൽ 165 വോട്ടുകൾ നേടി 91 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ദിശയുടെ പുതിയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം വളരെ ശക്തിയേറിയ പോരാട്ടമായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. NVKയുടെ സെക്രട്ടറി സ്ഥാനാർത്ഥി മുഹസിൻ 97 വോട്ടുകൾ നേടിയപ്പോൾ എതിർ കക്ഷിയായിട്ടുള്ള DMKയുടെ സെക്രട്ടറി സ്ഥാനാർത്ഥി ഹസീബ് 140 വോട്ടുകൾ നേടി ദിശയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. നജാദ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ DMKയുടെ ഷനീബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് NVKയുടെ അമൻ മുസ്തഫ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 215 വോട്ടുകൾ നേടി അമൻ മുസ്തഫ നജാത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഷനീബ് 25 വോട്ടുകൾ നേടിയപ്പോൾ 190 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അമൻ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2025-26 ദിശയുടെ വരും വർഷത്തേക്കുള്ള ട്രഷറർ സ്ഥാനത്തേക്കുള്ള കരുത്തുറ്റ പോരാട്ടത്തിൽ NVKയുടെ ട്രഷറർ സ്ഥാനാർത്ഥി ഷാദമൻ 69 വോട്ടുകൾ നേടിയപ്പോൾ എതിർപക്ഷത്ത് മത്സരിക്കുന്ന DMK മുന്നണി ട്രഷറർ സ്ഥാനാർത്ഥി 171 വോട്ടുകൾ നേടി എതിരാളിയിൽ നിന്നും 102 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ ദിശയുടെ 2025-26 കമ്മിറ്റിയുടെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി വൻ വിജയം കൈവരിച്ചിരിക്കുന്നു. അന്തിമഘട്ട വോട്ടെണ്ണൽ ഫലവും പുറത്തു വന്നപ്പോൾ 5 സീറ്റുകളിൽ നിന്നും 3 സീറ്റുകളും NVK മുന്നണിക്ക് കൈക്കൊള്ളാൻ സാധിച്ചു. ശേഷിച്ചുള്ള 2 സീറ്റുകൾ മാത്രമാണ് DMK മുന്നണിക്ക് കൈവരിക്കാൻ സാധിച്ചത്. പ്രസിഡന്റായി അലി ഫാസിൽ തേറ്റമല, വൈസ് പ്രസിഡന്റ് ബാസിൽ വെളിമണ്ണ, സെക്രട്ടറി ഹസീബ് ഒമാനൂർ, ജോയിന്റ് സെക്രട്ടറി അമൻ മുസ്തഫ മമ്പാട്, ട്രഷറർ അമീൻ പാലേരി എന്നിവർ ദിശയുടെ പുതിയ അമരക്കാരായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വിജയികൾക്ക്, ദിശയുടെ പുതിയ അമരക്കാർക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു.